ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് മെയ് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറേ ആക്റ്റീവാണ്. അവിടെയും ഞാൻ ഇങ്ങനെ മെസ്സേജസും റെഗുലർലി വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അവിടെയും എന്നെ ഫോളോ ചെയ്യാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് അവിടെയും കിട്ടും. അവിടെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം, ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് വേണം വെച്ചാൽ. എൻ്റെ ചാനൽ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് പറയണത് നിങ്ങൾക്ക് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെയ് മാസത്തിൻ്റെ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി ക്യാൻസറിന് വേണ്ടിയിട്ട് 7 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ് എനർജി? പാസ്റ്റിൽ 2 ഓഫ് വാൻഡ്സ് ആണ്. കറണ്ട് മെയ് എനർജി ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചറിലുള്ള എനർജി നിങ്ങളുടെ ക്വീൻ ഓഫ് വാൻഡ്സ്. ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 ഓഫ് പെൻറ്റിക്കിൾസ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് വാൻഡ്സ്. ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടറിൽ 10 ഓഫ് സോഡ്സ് ആണ്. ഔട്ട്കം നിങ്ങൾക്ക് ഈ കാർഡ്. അപ്പോൾ ക്യാൻസർ, ഇവിടെ 7 ഓഫ് സോഡ്സ് ആണ് ഞാൻ കാണുന്നത് ഓവറോൾ എനർജി. 7 ഓഫ് സോഡ്സ് ആക്ച്വലി ഒരു ബിട്രയലിൻ്റെ എനർജിയാണ്. ആരോ നിങ്ങളെ ബിട്രേ ചെയ്യണു. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഒരു പേഴ്സണെ കുറിച്ച് എന്തോ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെ അറിയിക്കാണ്ട് എന്തോ ചെയ്യണു. ഇതൊരു എഫെയറിൻ്റെ എനർജിയും ആവാം. അപ്പോൾ ഈ 7 ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ? 4 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഞാനൊരു സെപ്പറേഷൻ കാണുന്നുണ്ട്, ഹീലിംഗ് എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ബിട്രിയൽ ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് പൈസയുടെ കാര്യത്തിലും ആവാം. അപ്പോൾ പൈസയുടെ കാര്യത്തിൽ സൂക്ഷിക്കണം. ചിലപ്പോൾ ചിലവർ നിങ്ങളുടെ അടുത്തുനിന്ന് പൈസ എടുക്കാൻ നോക്കും. സ്കാം ഇല്ല വെച്ചാൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചിലപ്പോൾ നിങ്ങളെ ബിട്രേ ചെയ്യാൻ നോക്കും. നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ഓഫീസിൽ ചില കലീഗ്സ്. അതല്ല വെച്ചാൽ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പും ആവാം. റിലേഷൻഷിപ്പിലും ഞാനൊരു ബിട്രയൽ കാണുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഹീൽ ചെയ്യണു, ഒരു സെപ്പറേഷനിലാണ്. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ പേജ് ഓഫ് വാൻഡ്സ് ആണ്. സോറി, ഇത് 2 ഓഫ് വാൻഡ്സ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത്, പക്ഷേ ഇത് പേജ് ഓഫ് വാൻഡ്സ് ആണ്. പേജ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി. അപ്പോൾ പാസ്റ്റിൽ ഞാനൊരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്. ഒരു ഫയർ സൈൻ്റെ കൂടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരെ കാണാണ്ട് പേജ് ഓഫ് വാൻഡ്സ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട്, 4 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ എവിടെയോ നിങ്ങളുടെ ലൈഫിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. ഒരു പുതിയ ബിഗിനിങ്, കുറേ പാഷൻ ഞാൻ കാണുന്നുണ്ട് നിങ്ങളും ആരുടെയോ ഇടയ്ക്ക്. പക്ഷേ ആ സിറ്റുവേഷനിൽ പിന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു എനർജി ആയിപ്പോയി. അപ്പോൾ മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൻ്റെ ഇൻട്രസ്റ്റ് ഇതിൽ കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒരു കുറേ കരിയർ ഫോക്കസ്ഡ് എനർജിയാണ്, ഗ്രൗണ്ടിങ് എനർജിയാണ്, ഒരു വെർഗോയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളൊരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ടാവും കറണ്ട് മെയിൽ കറണ്ട് എനർജിയിൽ. അതല്ലാണ്ട് ഒരു പാസ്റ്റ് പേഴ്സണും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ പാസ്റ്റ് പേഴ്സൺ ഈ സെയിം പേജ് ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ് ആയിട്ട് വരുന്നു. അപ്പോൾ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അവരുടെ ബിഹേവിയറിൽ. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായാലും ഇവിടെ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്, ഒരു ഇൻകൺസിസ്റ്റൻറ്റ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഈ പേഴ്സൺ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഒരു കോളും മെസ്സേജ് ഇല്ല. അങ്ങനത്തെ എനർജിയാണ് ഈ പേഴ്സൻ്റെ. പക്ഷേ ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ 2 ചോയ്സസ് ഉണ്ട്. ഒരു പാസ്റ്റ് പേഴ്സണും ഒരു പുതിയ പേഴ്സണും. ആരുടെ കൂടെയാണ് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ
ഇല്ലതെന്ന് അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ മെയ് മാസത്തിൽ കുറേ ഓഫേഴ്സ് ഉണ്ടാവും, ഡേറ്റിൻ്റെ ഓഫേഴ്സ്, പുറത്ത് പോണ ഓഫേഴ്സ്, അങ്ങനെ പറഞ്ഞാൽ കുറേ ആൾക്കാർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഈ മാസം. അതല്ലാണ്ട് ഒരു പാസ്റ്റ് പേഴ്സണും തിരിച്ചു വരുന്നുണ്ട്. ക്വീൻ ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ആദ്യം ആ ഫയർ സൈൻ തന്നെ നൈറ്റ് ഓഫ് വോൺസിന് ക്വീൻ ഓഫ് വോൺസിലേക്ക് പോകണു. അപ്പോൾ കുറച്ചുകൂടിയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അവരുടെ ബിഹേവിയറിൽ, അവരുടെ ആറ്റിറ്റ്യൂഡിൽ. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, 5 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ആദ്യം ഒരു പുതിയ ബിഗിനിങ്, ഈ ഫയർ സൈൻ്റെ കൂടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതല്ലാണ്ട് ഞാൻ പറഞ്ഞ മാതിരി വേറെ ആൾക്കാരും പിക്ചറിലുണ്ട്. അപ്പോൾ ഇതൊരു സീരിയസ് കമ്മിറ്റ്മെൻ്റ് അല്ല, പക്ഷേ ഈ പേഴ്സൺ കുറച്ചുകൂടിയും ഒരു സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും ഇവിടെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയുടെ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ടൈമിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. നിങ്ങൾ റെഡി ആവുമ്പോൾ ഈ പേഴ്സൺ റെഡി അല്ല, ഈ പേഴ്സൺ റെഡി ആകുമ്പോൾ നിങ്ങൾ റെഡി അല്ല. അപ്പോൾ അങ്ങനെ ഒരു മിസ് ചെയ്യണു നിങ്ങൾ രണ്ടാളുടെയും. ആ ടൈമിങ് ശരിയാവണില്ല. ഓക്കെ, ഈ പേഴ്സൺ ചിലപ്പോൾ ഒന്നും മെസ്സേജ് ഇല്ലാണ്ട് കുറേ മാസം വരെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല ഈ പേഴ്സൺ എന്താ ചെയ്യണേ, എന്താ നടക്കണേ, ഒന്നും ഐഡിയ ഉണ്ടാവില്ല. അപ്പോഴേക്കും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോഴേക്കും ഈ പേഴ്സൺ ആദ്യം തിരിച്ചു വരും. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. എന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് എക്സാക്ട്ലി എന്ന് നിങ്ങൾക്ക് അറിയില്ല. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു 6 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ, 2 6s ഉണ്ട് ആൻഡ് 2 ഓഫ് സോഡ്സ്. അപ്പോൾ എവിടെയോ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ്റെ കാരണം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷെ അവർ കൺസിസ്റ്റൻ്റ് അല്ല. ഇടയ്ക്ക് മെസ്സേജ് ചെയ്യും, പിന്നെ മെസ്സേജ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താ ഈ പേഴ്സണ്, അവർക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. അതിൻ്റെ കാരണം കുറേ സമയം നിങ്ങളുടെ ഇങ്ങനെ തന്നെ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് നിങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു. ആൻഡ് ഈ റിലേഷൻഷിപ്പിലൊരു ബാലൻസും ഇല്ല. നിങ്ങളുടെ അഡ്വൈസ് കിങ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ കിങ് ഓഫ് വോൺസ്, ക്വീൻ ഓഫ് വോൺസ് ഒരു ഡിവൈൻ മാച്ചാണ്. പക്ഷേ കിങ് ഓഫ് വോൺസ് പാഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കണം വെച്ചാൽ വേഗം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണം, ഒരു തീരുമാനം എടുക്കണം. ഈ പേഴ്സണെ ഡയറക്റ്റ്ലി കൺഫ്രണ്ട് ചെയ്യണം. എന്നുവെച്ചാൽ ഇപ്പോൾ കുറേ ആയി ഇങ്ങനെ ഒരു മിസ്സായി പോണു, നിങ്ങളുടെ ടൈമിങ്ങും ശരിയാവണില്ല. അപ്പോൾ വൺസ് ആൻഡ് ഫോർ ഓൾ നിങ്ങൾ ഈ പേഴ്സണോട് ചോദിച്ച് എല്ലാം കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുക. അവിടെ ബാലൻസ് കിട്ടും നിങ്ങൾക്ക്. ഒന്നുമില്ലാച്ച ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അത് ഈ പേഴ്സണ് ശരിക്കും മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയും. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ അക്കോർഡിംഗ്ലി ഹീൽ ചെയ്യാം, അതല്ല വെച്ചാൽ മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ അതാണ് യൂണിവേഴ്സ് അഡ്വൈസ് ചെയ്യണത് ഇവിടെ. 10 ഓഫ് സോഡ്സ് ആണ് ഹിഡൻ ഫാക്ടർ. അപ്പോൾ 10 ഓഫ് സോഡ്സ് ഒരു ബിട്രിയലിൻ്റെ എനർജിയാണ് ആദ്യം. അപ്പോൾ എന്തോ ഇവിടെ ഒരു ബിട്രിയലിൻ്റെ എനർജി ഞാൻ കാണുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ എനർജി കുറേ സ്ട്രെസ്ഡാണ്. നിങ്ങൾക്ക് എന്തോ ഒരു പേടിയുണ്ട് മനസ്സിൽ. അത് ചിലപ്പോൾ ഈ പേഴ്സൻ്റെ വേറെ അഫെയർ ഉണ്ടോ, വേറെ ആൾക്കാരുടെ കൂടെ ഇൻവോൾവ് ആണോ, ചിലപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടമല്ല, അങ്ങനെ കുറേ തോട്ട്സ് ഉണ്ട് മനസ്സിൽ. അപ്പോൾ എന്തോ ഇവിടെ ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ന്യൂസ് കൺഫർമേഷൻ ആവുമ്പോഴാണ് നിങ്ങൾ ടോട്ടലി ഈ റിലേഷൻഷിപ്പിനെ ഗിവ് അപ്പ് ചെയ്യണത്. ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആയിരിക്കില്ല. നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട് അത് കൺഫേം ആവണം. ഓക്കെ, നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട് ഈ മാസം. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ആദ്യം ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് പിരിയും. ആദ്യം നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. ഇത് വേറെ എന്താ എനിക്ക് മെസ്സേജ് കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളെ അഡ്വൈസ് ചെയ്യണു. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി കൺസിസ്റ്റൻ്റ് അല്ല. അതിൻ്റെ കാരണം നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളോട് അങ്ങനെ അഡ്വൈസാണ് തരണത്. അത് ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുകയാണ് ബെറ്റർ. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഒരു കൺസിസ്റ്റൻസി കാണിക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് കുറേ ഇങ്ങനെ ഡിപ്രഷനായിട്ട് നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നുണ്ടാവും ഈ മാസം. ഔട്ട്കം ആണ് നിങ്ങൾക്ക് ജസ്റ്റിസ്. അപ്പോൾ ജസ്റ്റിസ് ഒരു ഇംബാലൻസ്ഡ് സിറ്റുവേഷനിൽ ബാലൻസ് വരുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയോ ഒരു ഫീലിംഗ് എന്താ വെച്ചാൽ ഈ പേഴ്സൺ
നിങ്ങളുടെ കൂടെ ചെയ്യണത് ശരിയല്ലാന്ന്. എന്നുവെച്ചാൽ അവർ എപ്പോഴും ഇങ്ങനെ ഇൻ ആൻഡ് ഔട്ട് ആയതുകൊണ്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. അവർ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ടാണ് വെക്കണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫീലിംഗ് എന്താ വെച്ചാൽ ഈ പേഴ്സൺ ശരിയല്ല ചെയ്യണം നിങ്ങളുടെ കൂടെ. ഇങ്ങനെ ഒരു ടൈം പാസ് മാതിരി ഒരു എനർജിയിലാണ് ഇവർ. നിങ്ങൾക്ക് വേണ്ടത് ഒരു കമ്മിറ്റ്മെൻറ്റ്, മാരേജ്, അതൊക്കെയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിയാണ് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി അപ്രോച്ച് വയ്ക്കാൻ നിങ്ങളുടെ ലവ് ലൈഫിൽ. അങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഒരു കൺസിസ്റ്റൻറ്റ് സോൾമേറ്റ് എനർജി. ഓക്കെ, ഈ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾക്ക് അറിയും അത് ഈ പേഴ്സൺ എന്നുവെച്ചാൽ ഈ പേഴ്സൺ കുറേ ക്ലാരിറ്റിയാണ് കൊണ്ടുവരണം നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു അക്വേരിയസ്, ലീബ്ര, ജെമിനി പേഴ്സൺ ആയിരിക്കാം. ആൻഡ് ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾക്കൊരു സോൾമേറ്റ് കണക്ഷനാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവണു. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സൺ ഒരു സോൾമേറ്റ് കണക്ഷനാണ്. അക്വേരിയസ്, ലീബ്ര, ജെമിനി ആണ്. ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പും ആവാം. ആൻഡ് ഇത് ഡിവൈൻ ടൈമിംഗ് ആണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ അത് ശരിയായ സമയത്ത് ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൻ്റെ സൈൻ ഫയർ സൈൻ ആയിരിക്കാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അതല്ല ചെറു വാട്ടർ സൈൻ ആവാം. പക്ഷേ വാട്ടർ സൈൻ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ വരാൻ പോണ പേഴ്സൺ ഒരു അക്വേരിയസ്, ലീബ്ര, ജെമിനി ആയിരിക്കാം. അതല്ല ചെറു ടോറസും ആവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ് പറയണത്? അൺലൈക്ലി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ആ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതൊരു അൺലൈക്ലി സിറ്റുവേഷനാണ്. അത് മുമ്പോട്ട് പോവും തന്നെ അൺലൈക്ലി ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പുതിയ പേഴ്സൺ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സും നിങ്ങളോട് അതാ പറയണേ. നിങ്ങളുടെ ഈ നിങ്ങൾക്കുള്ളൊരു ചോയ്സ് ഉണ്ടാവും. ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്, പാസ്റ്റ് പേഴ്സൻ്റെ അടുത്തുനിന്ന് മൂവ് ഓൺ ചെയ്യണോ വേണ്ടേ എന്ന് അങ്ങനെ ഒരു മനസ്സിലുണ്ടാവും തോട്ട്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷനാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.